ആൾക്കാർ പറയുന്ന പോലെ ഒരു മോശം സിനിമയല്ല മലൈക്കോട്ടെ വാലിബൻ. എന്തുകൊണ്ടത് പറയണമെന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് റിവ്യൂ, ഞാൻ ഒരിക്കലും അങ്ങനെ സിനിമയിൽ സ്ഥിരമായിട്ട് സിനിമയ്ക്ക് റിവ്യൂ ഇടുന്ന ഒരാളല്ല. വല്ലപ്പോഴും എനിക്ക് പറയണമെന്ന് തോന്നുന്ന സിനിമകൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിരിക്കണം, കാരണം ഒരുപാട് കാണരുത്, അല്ലെങ്കിൽ നെഗറ്റീവാണ്, മറ്റതാണ്, മറിച്ചാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ ഇന്ന് മലൈക്കോട്ടെ വാലിബൻ ഞാനും അച്ഛനും അമ്മയും എൻ്റെ അച്ഛൻ്റെ അനിയൻ കൊച്ചച്ഛനും ഒക്കെ ചേർന്നിട്ടാണ് പോയി കണ്ടത്. സിനിമ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ വിഷ്വൽ വൈസും കാണാൻ ഭംഗിയും ഫ്രെയിമും ഇതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞപ്പോഴും അവർക്കത്ര അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടതും ഒന്നുമല്ല, അതിന് കുറച്ചും കൂടി ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ആളുടെ ആ ഒരു സ്ലോ പേസ് ഈ പടത്തിലുണ്ട്. ഒരു സംശയം കൂടാണ്ട് പറയാം, ഇതിന് മുമ്പത്തെ ഇന്നലെയും ഇന്നുമായിട്ട് ഈ എന്താ പറയുക, ഈ സിനിമയെക്കുറിച്ച് മോഹൻലാലിന്റെ പേജിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാം സിനിമാ പ്രവർത്തകർ ആ സിനിമയുടെ ഈ അമർചിത്ര കഥ അല്ലെങ്കിൽ ഇതൊരു അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഓൾറെഡി ഇവരുടെ ഇന്റർവ്യൂസിലും എല്ലാത്തിലും പറഞ്ഞിരുന്നു. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു അമർചിത്ര കഥ പോലെയാണ്. അത് എടുത്തിരിക്കുന്നത് അതിന് കാലമോ ദേശമോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് എവിടെയോ നടക്കുന്ന ഒരു കഥ തന്നെ മാത്രമാണ്. കഥയിലൊന്നും ഒരു പ്രത്യേകതയില്ല. അത് ഞാൻ ആദ്യമേ പറയട്ടെ. കഥയിൽ ഒരു പ്രത്യേകതയില്ല. ഇതിനു മുമ്പ് നമ്മൾ കേട്ട് പരിചയിച്ചിരുന്ന കഥ തന്നെയാണ്. പക്ഷെ ആ എടുത്തിരിക്കുന്ന ഫ്രെയിം, അത് എടുത്തിരിക്കുന്ന രീതി, ഇതൊന്നും ഒരു രക്ഷയില്ല. മലയാള സിനിമയാണെന്ന് നമുക്ക് ഒരു സംശയം കൂടാണ്ട് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. ലിജോ ജോസ് പെല്ലിശ്ശേരി ഇദ്ദേഹത്തിൻ്റെ ഓരോ പടങ്ങളും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും കാണുന്ന ഒരാളാണ്. നൻപകൽ നേരത്തും എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് ഇങ്ങനെ ശരിയായില്ല ഇങ്ങനെ ശരിയായില്ല എന്നുള്ളത്. അതേപോലെ തന്നെ പറയാനുണ്ട് ഈ സിനിമയിലും. പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം ആ സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് നെഗറ്റീവ്, വല്ലാത്ത ഫസ്റ്റ് ഡേ മുതൽ ആൾക്കാർ, ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ മുതൽ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം ആൾക്കാർ ഭയങ്കര വിഷമമായിട്ട് ഇത് പോരാ, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടായിരുന്നു. അതൊരിക്കലും അങ്ങനത്തെ ഒരു സിനിമയല്ല എന്നുള്ളത് ഇവർ ആദ്യത്തെ ഇന്റർവ്യൂ മുതൽ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഭയങ്കര മോഹൻലാലിന്റെ മറ്റേ എന്താ പറയുക, മോഹൻലാലിന്റെ ഒരു ബാഹുബലിയാണ് എന്ന് വിചാരിച്ച് പോയതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. ഈ സിനിമ ഒരു പ്രോപ്പറായിട്ട്, അത് എല്ലാവരും പറഞ്ഞു ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി ഫിലിമാണ്, ഇത് LJP മൂവിയാണ്, ഒരു സംശയം കൂടാണ്ട് പറയാം. ഒരു പരിധി വരെ LJP വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഈ നൻപകൽ നേരത്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ പടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പലതും പല രീതിയിലുള്ള സിനിമകളാണെങ്കിലും അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയാണ് ഈ മലൈക്കോട്ടെ വാലിബൻ. ഒന്നും പറയില്ല. മധു നീലകണ്ഠൻ, എൻ്റെ അമ്മ എന്താ ഫ്രെയിംസ്, എന്ത് രസമാണ് പടം. 100% ഞാൻ പറയാം. ഇതിൽ ഭയങ്കര, ഇപ്പൊ ആദ്യത്തെ സീനിൽ തന്നെ ഒരു കഴുത ഇങ്ങനെ മറ്റേ ആട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സംഭവം പോലും ആൾക്കാർ പറഞ്ഞ് അത് ഒരു കുറെ നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴുത അപ്പോൾ ഒരു ഫ്രെയിം വെച്ചിരിക്കുന്നു. പക്ഷെ അതൊന്നും സെക്കൻഡ്സ് ആണ് മാത്രമാണുള്ളൂ. ഇതൊക്കെ ആൾക്കാർ ഓവർ എക്സാജറേറ്റ് ആയിട്ട് പറയാണ്. പിന്നെ ഉറപ്പായിട്ടും ഓഫ്കോഴ്സ് മോഹൻലാലിന് ഇഷ്ടമില്ലാത്തവർ ഇതിനെ കത്തിക്കാനേ നോക്കുള്ളൂ, ഒരു സംശയമില്ല. പക്ഷെ മോഹൻലാൽ ഫാനായ ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, എന്നാൽ മോശം സിനിമയെ നമ്മൾ മോശമാണെന്നോ അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയാൻ ഇവിടെ വന്നിട്ടില്ല ഞാൻ ഇതുവരെ. ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പിന്നിൽ എടുത്തിരിക്കുന്ന എഫേർട്ട്. അപ്പോൾ നമ്മൾ ഞങ്ങളത് അറിയേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്ന ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ പിന്നിൽ നിങ്ങൾ എന്ത് എഫേർട്ട് വേണമെങ്കിലും എടുത്തോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് സിനിമ നന്നായില്ലെങ്കിൽ ഞങ്ങൾ കൊള്ളില്ല എന്ന് തന്നെ പറയും എന്നുള്ള വാചകങ്ങൾ വരാം. പക്ഷേ നിങ്ങൾ കൊള്ളില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് പറയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, ഇത് കേൾക്കുന്ന ഒരു 100 പേരിൽ ഒരു 50-60% ആൾക്കാർ ഈ സിനിമയ്ക്ക് പോവില്ല. കാരണം അയ്യോ ഇത് ഭയങ്കര മോശമായിരിക്കും, ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ അത് ഞാൻ അതിന് പോകാനായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുതിരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ പറയുന്നതും തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. റിവ്യൂസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ചോദിക്കുക അതിൻ്റെ അവകാശമാണ്. പക്ഷെ അവകാശത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെങ്ങനെയാണ് വോട്ട് ചെയ്യണത്, നമ്മളുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ, രാഷ്ട്രീയത്തിൽ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ്, നമ്മൾക്ക് ഒരാളിലേക്ക് നമ്മളെ എല്ലാവരും കൂടി നമ്മുടെ ചുറ്റും പല സോഷ്യൽ മീഡിയയും മറ്റതും മറിച്ചൊക്കെ നിന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അയാളിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സിനിമയുടെ കാര്യത്തിലും വരിക. നിങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അതിൻ്റെ പിന്നിൽ പോകും. അതേസമയം ഒരു സിനിമ ഇത് കൊള്ളാട്ടോ, നല്ല സിനിമയാട്ടോ, കണ്ടിരിക്കേണ്ട പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ പ്രൊമോഷൻ എന്നും പറയും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും ടിക്കറ്റ് ഇനിയിപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ എന്തിനാ പോണേ എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ പറയരുത്. ഈ സിനിമ
എൻ്റെ കൂടെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഇതിൽ 2 പേർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. ഒന്ന് എനിക്കും എൻ്റെ കൊച്ചച്ഛനും. എൻ്റെ കൊച്ചച്ഛൻ എല്ലാ സിനിമകളും കാണുന്ന ആളാണ്. ഒരുപാട് എന്തെങ്കിലും കുറ്റങ്ങൾ പറയുന്ന ഒരാളാണ്. ആ സിനിമയിൽ പുള്ളി പറഞ്ഞ ആദ്യത്തെ ഒന്നും വ്യക്തതയില്ലായിരുന്നു, പക്ഷെ പിന്നീട് സിനിമ ഭയങ്കര രസമായി. ആ തിയേറ്ററിൽ ഞാൻ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എൻ്റെ അവിടെ ഒരു ഫാമിലി ഇങ്ങനെ നടന്നു വരിക. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഈ പടം അത്രയ്ക്ക് സ്ലോ ഒന്നും അല്ലല്ലോ, എനിക്കിഷ്ടപ്പെട്ടു എന്ന് ഒരു പെൺകുട്ടി പറയണം. അപ്പോൾ അവർ രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അവർ 3-4 പേരിങ്ങനെ നിന്ന് അങ്ങോട്ട് കിടക്ക് സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ തിയേറ്ററിൽ ഏറ്റവും വൃത്തികെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിയേറ്ററിൽ എൻ്റെ ബാക്കിലിരുന്ന ഒരു 3 പിള്ളേർ, വളരെ ചെറുപ്പക്കാരായ 3 പിള്ളേർ, ഇവന്മാർ വന്നിട്ട് പടം തുടങ്ങുമ്പോൾ മുതൽ കളിയാക്കാൻ തുടങ്ങുകയാണ്. ഇത് ആരും പറഞ്ഞു വിട്ട് വന്നേക്കണവരല്ല, ഇത് ഇവരുടെ മൈൻഡ് സെറ്റിൽ വന്നിരുന്ന് കളിയാക്കണം. അല്ലാണ്ട് ഇത് മോഹൻലാലിന്റെ സിനിമ നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. പക്ഷെ അവന്മാരിരുന്ന് ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ചിരിക്കുക, കളിയാക്കുക. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തിയേറ്ററിൻ്റെ അകത്തിരുന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ലോ പേസിലുള്ള സിനിമകൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് പടം. അതിനിടയിൽ ഇവരുടെ ഈ വർത്തമാനം കൂടി വരുമ്പോൾ നമുക്ക് ആകെ ഒരു ഫെഡപ്പാവും. അത് ഭയങ്കര വൃത്തികെട്ടൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം. അല്ലാതെ ആ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെയും കൂടി ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും ശരിയല്ല. ഞാൻ മഞ്ഞപ്പുറ നമ്മുടെ 4 സ്റ്റാർ തിയേറ്ററിലാണ് ഞാൻ സിനിമ കണ്ടത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഫ്രെയിംസ് ആണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. കഥയിൽ ഒരു പ്രത്യേകതയില്ല. ഇതിൻ്റെ ഒരു സീക്വൽ ഉണ്ട്. സീക്വൽ കാണാൻ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല, കാരണം അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ 2ാം ഭാഗത്തെ കുറിച്ച് ഞാൻ ഒട്ടും ഇത് ചെയ്യുന്നില്ല, പറയുന്നുമില്ല. കാരണം എനിക്ക് ആ കഥയിൽ വലിയ പ്രത്യേകതകൾ തോന്നിയില്ല. കഥ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്ന രീതി, ഒരു രീതിയിലും നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലെ ലാഗുകൾ, അത് ലിജോ ജോസ് പെല്ലിശ്ശേരി അങ്ങനെയാണ് പടം എടുക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പടമാണെന്നുള്ളത് 100 എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞു ഇതൊരു LJP മൂവിയാണ്, ഇതിലിങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊരു അമർചിത്ര കഥ പോലെയാണ് നിങ്ങൾ കാണേണ്ടത്. ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം എൻഡ് ടൈറ്റിൽ വരെ ഒരു അമർചിത്ര കഥയുടെ സ്റ്റൈലിലാണ് ടൈറ്റിൽ പോകുന്നതാണെങ്കിലും എന്തിനും അദ്ദേഹം അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നവർ, ഇത് കാണാനിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു നല്ല രീതിയിലുള്ള ഇതായിരിക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പം എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും പോയി കണ്ടതിന് ശേഷം മാത്രമേ വിലയിരുത്താൻ പാടുള്ളൂ. നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ കേട്ട് പോകരുത്. അയാൾ പറയുന്നത് അയാളുടെ ഇഷ്ടം മാത്രമാണ്. ഇതിൽ ഇഷ്ടപ്പെട്ടവരെന്താ പറയണേ, എനിക്ക് ഈ പടം വർക്കായി, പക്ഷെ ഇത് മറ്റുള്ളവർക്ക് വർക്കാവോ എന്ന് എനിക്കറിയില്ല. എന്താണ് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത്ര എനിക്കിതിൽ പറയാനുള്ളൂ. ലാലേട്ടൻ്റെ ഒരു ഉഗ്രൻ സിനിമ, ഗംഭീര ഫിസിക്കുള്ള സിനിമ, നല്ല വിഷ്വലുള്ള സിനിമ, രസകരമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഇതിലെല്ലാ ആർട്ടിസ്റ്റുകളും എന്ത് ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു നാടകത്തിന്റെ സ്റ്റൈലാണെന്ന് പറഞ്ഞു. ഒരു സംശയം കൂടാണ്ട് പറയാം, ഈ സിനിമ അങ്ങനത്തെ ഒരു റിയാലിറ്റിയിലുള്ള ഒരു സിനിമയല്ല. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അതിനൊരു നാടകീയത വരും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതെനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് നമ്മുടെ മറ്റേ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഹരീഷ് അദ്ദേഹം സംസാരിക്കുമ്പോൾ കൂടുതൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്, ആ ക്യാരക്ടേഴ്സ് അതെല്ലാം അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ വിചാരിക്കുന്ന പോലെ സിനിമ വരണമെന്ന് പറഞ്ഞതിൽ ഒരു ഇതുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടണോ വേണ്ടതെന്നുള്ളത്, അതിൽ ഞാൻ നിങ്ങൾ കൈകടത്തുന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, നോ പ്രോബ്ലം. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാവരുത്. അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, സിനിമ കാണട്ടെ. എത്ര എഫേർട്ട് കൊടുത്താണ്, എത്ര ജനങ്ങളാണ്. എൻ്റെ അച്ഛനും ഇത് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കഥയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. കഥ ഇഷ്ടപ്പെട്ടില്ല, കഥ പഴയ കഥകളൊക്കെ തന്നെ. പക്ഷേ അത് എടുത്തിരിക്കുന്ന എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിലെടുത്തിരിക്കുന്ന ഒരു എഫേർട്ട്, ഇത്രയും ആർട്ടിസ്റ്റുകളെ ഈ ഓരോ ഏരിയയിലും കൊണ്ടുവന്നിട്ട് എന്തൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിരിക്കണം, അതിനൊക്കെ വാല്യൂ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് വേറൊന്നും പറയാനില്ല. ഈ സമയത്ത് ഒരു വടക്കൻ വീരകഥയാണെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, ഒരു വടക്കൻ ദേശാടനം, ഈ വക അന്ന് ഹിറ്റായിരുന്ന സിനിമകൾ ഇന്നിറങ്ങിയാൽ 8 നിലയിൽ പൊട്ടുന്നുള്ളത് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനങ്ങൾ കാണുന്ന രീതിയും എല്ലാം മാറി. ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് LJPയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇടിച്ച ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതല്ലാണ്ട് ഞാൻ ആദ്യമേ പറയുന്നു, ഈ സിനിമ ഒരു സ്ലോ പേസിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ഇടയിൽ മാത്രമേ ഉള്ളൂ. ഇത് രാജമൗലി എടുത്തിരുന്നെങ്കിൽ ഇത് വേറൊരു ലെവൽ സിനിമ. കാരണം അങ്ങനെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് ഈ സിനിമ. ലാലേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ ഈ സ്റ്റണ്ടിന് ഫൈറ്റ് ആണെങ്കിലും അതുപോലെ പാട്ടുകളാണെങ്കിലും ഒന്നും പറയാനില്ല, എല്ലാം നന്നായിട്ടുണ്ട്. എഡിറ്റിംഗ്, എവറിതിങ്
ഒരു രക്ഷയില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരു സിനിമയെ നശിപ്പിക്കരുത്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ 5 പേര് പോകുന്നതിൽ 3 പേർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ 2 പേർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ നമുക്ക് ഇങ്ങനൊരു നല്ല മലയാളത്തിൽ ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റായിട്ട് പോകും. ഇത് വർക്ക് ആയിക്കോളും, നിങ്ങൾ നോക്കിക്കോളൂ. എല്ലാവർക്കും ഇതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട റിവ്യൂസ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നോ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങളുടെ പ്രശ്നമാവരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ എൻകറേജ് ചെയ്യരുത്. ഇത് റിക്വസ്റ്റ് ആണ്. എല്ലാവരും മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ട വാലിബൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. 28 ദിവസം കൊണ്ടാണ് ഇന്നലെ ലിജോ ജോസ് പല്ലിശ്ശേരി വന്നത്. അയാൾ വളരെ ഫെഡപ്പായിട്ട് വന്ന് തിയേറ്റർ പ്രസിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കേണ്ടായി. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സങ്കടം തോന്നി. എനിക്ക് ഇന്നാണ് കാണാൻ പറ്റി. ഞാൻ ഇന്ന് രാവിലെ എത്തിയുള്ളൂ. ഫുൾ ട്രാവലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടേനെ. ഒരു സംശയം കൂടാണ്ട് പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനത്തിലാണ്. അല്ലാണ്ട് ഞാൻ തന്നെ പറയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമ പോയി കാണണ്ടെന്നല്ല. ഒന്ന് പോയി കണ്ടു നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇതൊന്നും പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഒരു ചോര തിളയ്ക്കണത് എന്തൊക്കെയോ തെറ്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളി, എല്ലാ ടെക്നീഷ്യൻസും സൂപ്പർ. LJP ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. വേറൊന്നും എനിക്ക് പറയാനില്ല. ഇത് സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പ് ഞാൻ പറയണു. അത്ര ബ്യൂട്ടിഫുൾ ആണ് സിനിമ.